നമസ്കാരം. എത്ര കിട്ടിയാലും പഠിക്കാത്തവരാണ് പാകിസ്ഥാൻകാർ. അതുകൊണ്ടാണ് ഇന്ത്യയെ വയറു നിറച്ച് കൊടുത്തിട്ടും ഒന്നും കിട്ടിയില്ല എന്നും ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ തള്ളി മറിച്ചിടുന്നത്. പാകിസ്ഥാനെ അടപടലം തകർത്താണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. ഇന്ത്യയെ കാര്യമില്ലാതെ ചൊറിയാൻ വന്നതിനാണ് ഇന്ത്യ കണക്ക് തീർത്ത് കൊടുത്തത്. ഇന്ത്യൻ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചവർക്ക് ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ് ഇന്ത്യ മറുപടി നൽകിയത്. ഇത് മാത്രമായിരുന്നില്ല, പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളെ ഒന്നടങ്കം തകർത്തു വാരുകയും ചെയ്തു. സിന്ധു നദീ ജല കരാർ നിർത്തലാക്കുകയും നല്ല ഒന്നാം തരം അടി ഇതിലൂടെ നൽകി. അവസാനം കരഞ്ഞ ഇന്ത്യയുടെ കാല് പിടിച്ചപ്പോഴാണ് വെടിനിർത്തൽ നടപ്പിലാക്കിയത്. ഇതെല്ലാം കഴിഞ്ഞിട്ടും വീണ്ടും ഇന്ത്യക്കെതിരെ പെരും നുണയുമായി പാക് സൈനിക മേധാവി അസീം മുനീർ എത്തിയിരിക്കുകയാണ്. ഇന്ത്യ പാക് സംഘർഷത്തിനിടെ വെടിനിർത്തലിനായി ഇന്ത്യ യാചിച്ചെന്നും ഇടപെടാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അപേക്ഷിച്ചെന്നും ഒക്കെയാണ് പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ ഇപ്പോഴത്തെ തള്ളൽ. ബെൽജിയത്തിലെ ബ്രസൽസിലെ പാക് പ്രവാസികളെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വാദം. കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് ഇന്ത്യയുടെ കാല് പിടിച്ചതൊക്കെ മറന്നുപോയി. ഇന്ത്യക്ക് കനത്ത തിരിച്ചടി നൽകിയെന്നും വിമാനങ്ങൾ വീഴ്ത്തിയെന്നും അവകാശപ്പെടുന്ന സൈനിക മേധാവി പാകിസ്ഥാൻ ലോകരാഷ്ട്രങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങിയെന്നും അവകാശപ്പെടുന്നുണ്ട്. ബ്രസൽസിലെ 500-ലേറെ പാക് വംശജരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു അസീം മുനീറിന്റെ പച്ച നുണ ആവർത്തിച്ചത്. ഓഗസ്റ്റ് 11 നടത്തിയ പരിപാടി റെക്കോർഡ് ചെയ്യരുതെന്നും പങ്കെടുക്കാൻ എത്തിയിരുന്നവർ മൊബൈൽ ഫോൺ കൊണ്ടുവരരുതെന്നുമൊക്കെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. കാരണം ഈ പടച്ചുവിടുന്ന നുണകളൊക്കെ പുറത്തറിയുമെന്നുള്ളതുകൊണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ കനത്ത തിരിച്ചടി ഏറ്റതിനു പിന്നാലെയാണ് പാകിസ്ഥാനാണ് വെടിനിർത്തൽ ആവശ്യം ഉന്നയിച്ചതെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് സൈനിക മേധാവിയുടെ ഈ പച്ചക്കള്ളം പറയലും. മെയ് 10 US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറിനെ വിളിച്ചാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് അഭ്യർത്ഥിക്കുന്ന കാര്യം അറിയിച്ചത്. റാവൽപിണ്ടിയിലെ തന്ത്രപ്രധാനമായ നൂർഖാൻ വ്യോമതാവളം ഇന്ത്യൻ സൈന്യം ആക്രമിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്. വെടിനിർത്തൽ ആവശ്യം പാക് സൈനിക ഡയറക്ടർ ജനറൽ നേരിട്ട് ഉന്നയിക്കട്ടെ എന്നായിരുന്നു ഇന്ത്യ സ്വീകരിച്ച നിലപാട്. തുടർന്ന് നടത്തിയ സംഭാഷണങ്ങൾക്കൊടുവിലാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായത്. മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെയും നിരവധി വ്യാജ അവകാശവാദങ്ങളും ഇന്ത്യക്കു നേരെ പ്രകോപനങ്ങളും അസീം മുനീർ ഉയർത്തിയിരുന്നു. ഭാവിയിൽ ഇന്ത്യയുമായി സൈനിക ഏറ്റുമുട്ടലുണ്ടായാൽ ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ റിഫൈനറി ആക്രമിക്കുമെന്നായിരുന്നു ഒരു ഭീഷണി. US-ലെയും പാക് പ്രവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലായിരുന്നു ഇത്. തങ്ങളുടെ നിലനിൽപ്പിനെ ഭീഷണി നേരിടുകയാണെങ്കിൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ലെന്നുമാണ് അദ്ദേഹം വീരവാദം മുഴക്കിയിരുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച